കോഴിക്കോട് ജില്ലയിൽ മുക്കം തേക്കുംകുറ്റിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ പാറേക്കുടിൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ദേവസ്യയുടെ വീടാണിത്. മുക്കം മരഞ്ചാട്ടി റോഡിൽ മുക്കത്തു നിന്ന് 7 കിലോമീറ്റർ വരുമ്പോൾ തേക്കുംകുറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കം തേക്കുംകുറ്റിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ പാറേക്കുടിൽ എന്നും വീട്ടുപേരുണ്ട് ദേവസ്യയും കുടുംബത്തെയുമാണ്. ദേവസ്യയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ ആയ മിഖായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5-ാമത്തെ ആളാണ് ഔസേപ്പ്. മേലുകാവ് വെള്ളാത്തൊട്ടിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6-ാമത്തെ മകനാണ് ശ്രീ ദേവസ്യ. ദേവസ്യയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം. ചാച്ചന്റെ പേരെന്താണ്? എന്റെ പേര് ദേവസ്യ. ദേവസ്യ എന്നാണ്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് തേക്കുംകുറ്റി. തേക്കുംകുറ്റി എന്നാണ്. ഏതിടവകയാ? ഇടവക അതും തേക്കുംകുറ്റി. ഇടവകയുടെ പേരും. നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്? 64-ല്ലേ? 4-ലാണ്. 60 വർഷത്തോളമായി നിങ്ങൾ തേക്കുംകുറ്റി വന്ന് താമസം ആരംഭിച്ചിട്ട്. ഈ തേക്കുംകുറ്റി താമസിക്കുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? കൂടരഞ്ഞി എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ജനിച്ചത് മേലുകാവില്. മേലുകാവിലാണ്. എത്ര വയസ്സ് വരെ മേലുകാവിലുണ്ടായിരുന്നു? മേലുകാവില് SSLC പാസ്സാകുന്നവരെ കൂടരഞ്ഞിക്ക് വന്നു. കൂടരഞ്ഞിയിൽ നിന്നാണ് ഈ തേക്കുംകുറ്റി എന്ന സ്ഥലത്ത് താമസം ആരംഭിച്ചത്. അമ്മച്ചിയുടെ പേരെന്താ? മേരി. അമ്മച്ചിയുടെ വീട് എവിടെയാ? കരൂർപ്പള്ളി ഇടവകയില. പാലായില് കരൂർപ്പള്ളി ഇടവകയാണ്. വീട്ടുപേര്? മംഗലത്തിൽ എന്നാണ്. ചാച്ചന്റെ അമ്മയുടെയും പേര്? അപ്പന്റെ പേര് മത്തായി. അപ്പന്റെ പേര് മത്തായി. അമ്മ അന്നമ്മ. അമ്മ അന്നമ്മ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 1954-ലാണ്. അപ്പൊ 70 വർഷമായി വിവാഹം, ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നു. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 7 മക്കള്. 7 മക്കളാണ് ഉള്ളത്. 4 പെണ്ണും 3 ആണ്. 4 പെണ്ണും 3 ആണുങ്ങൾ. നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും ഇളയ ആളാണ്. പേര് സാബു. സാബു എന്നാണ് പേര്. സാബു എന്ത് ചെയ്യുന്നു? ഞാൻ സ്കൂൾ ബസിന്റെ ഓപ്പറേഷൻ, അതായത് പല സ്കൂൾ ബസ്സുകൾ പല സ്കൂളുകൾക്ക് വേണ്ടി 2 സ്കൂൾ, തിരുവമ്പാടി സേക്രഡ് ഹാർട്ടും ഇൻഫന്റ് ജീസസ് 2 സ്കൂളുകളായിട്ട്, തിരുവമ്പാടി സേക്രഡ് ഹാർട്ടും ഇൻഫന്റ് ജീസസ് 2 സ്കൂളുകൾക്ക് കോൺട്രാക്ടിലാണ് 2 സ്കൂളുകളുടെ ബസ്സുകളാണ്. സ്കൂൾ ബസ്സുകളുടെ കോൺട്രാക്ട് എടുത്ത് അത് ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ സ്റ്റാഫ് ഉണ്ട്. ബസ്സുകളും സ്വന്തമായിട്ടുള്ളതാണ്. സാബുവിന്റെ ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. പേര് ലവ്ലി. ലവ്ലിയുടെ വീട് എവിടെയാ? കൂടരഞ്ഞിയിലാണ്. വീട്ടുപേര്? പുളിക്കക്കുന്നേലിലാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര്? അപ്പച്ചന്റെ പേര് സെബാസ്റ്റ്യൻ ആണ്. അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ പേര്? ലീലാമ്മ. അമ്മയുടെ വീട് എവിടെയാ? പുല്ലൂരാമ്പാറ. വീട്ടുപേര്? മണ്ഡപത്തിൽ. കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണുള്ളത്. അതില് കുഞ്ഞു പാവ നമ്മുടെ ഒപ്പം ഉണ്ട് അല്ലേ? മോന്റെ പേരെന്താണ്? അലക്സിൻ. ഇതിന്റെ മൂത്ത 2 പേരും കൂടിയാണ്. ഏറ്റവും മൂത്ത ആരാണ്? ആഷ്ലിൻ. എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഏത് ഫീൽഡിലാണ്? അഡ്വർടൈസിംഗ് കമ്പനിയാണ്. എന്ത് പഠിച്ചിട്ടാണ്? BBA കഴിഞ്ഞിട്ട് അഡ്വർടൈസിംഗ് കമ്പനിയില് എറണാകുളത്ത് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. മോന്റെ പേര്? ആൽബിൻ സാബു എന്നാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഡിഗ്രി പഠിച്ചത് ഏത് കോളേജിലാണ്? തിരുവമ്പാടി അൽഫോൻസ കോളേജിലെ. ഡിഗ്രി ഏതാ എടുത്തത്? ബികോം ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്തു. എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ചാച്ചൻ, നിങ്ങൾ എത്ര മക്കളായിരുന്നു? 10 മക്കളായിരുന്നു. അതിനകത്ത് എത്രാമത്തെ ആളായിരുന്നു ചാച്ചൻ? 5-ാമത്തെ ആണ്. സഹോദരങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? മൂത്തത് മൈക്കിൾ. മറ്റേ 2ാമത്തെ കുര്യാക്കോസ്. മറ്റേത് മരിച്ചുപോയത് ഏലി. മറ്റേ ജോസഫ്. മാത്യു. മാത്യുവിന്റെ ഞാനും.
അഞ്ചാമത്തെ ദേവസ്യ ദേവസ്യ, അതിൻ്റെ ഇളയ ചെറിയ ചെറിയൻ, അതിൻ്റെ ഇളയത് അന്നക്കുട്ടി അന്നക്കുട്ടി, തൊമ്മച്ചൻ തൊമ്മച്ചൻ, തോമസ്. തോമസ്. അങ്ങനെ നിങ്ങൾ 10 മക്കളായിരുന്നു. അതിനകത്ത് ഇപ്പൊ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? ജീവിച്ചിരിക്കുന്നത് ഞാന് ചെറിയാന് തോമസ് ചെറിയാന്, തോമസ് അന്നക്കുട്ടി. അന്നക്കുട്ടി അന്നക്കുട്ടി. ഏ, ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. 4 പേര്. മറ്റപ്പാട്ടിനൊക്കെ മരിച്ചുപോയി. ചാച്ചനൊക്കെ എത്ര വയസ്സായി? എനിക്ക് 91 91 വയസ്സ് ആയിട്ടുണ്ട്. അമ്മച്ചി നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 പേര്. 5 മക്കളായിരുന്നു. അതിന്റെ സഹോദരങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? അറിയാവോ? കൊച്ച്, കൊച്ച്, കുഞ്ഞുഞ്ഞ്, കുഞ്ഞുഞ്ഞ്, ഏലിക്കുട്ടി, ഏലിക്കുട്ടി, പിന്നെ പാപ്പച്ചൻ. പാപ്പച്ചൻ, പാപ്പച്ചൻ, പിന്നെ ഞാൻ. അമ്മച്ചി. അങ്ങനെ 5 മക്കളാണ് അതെ. നിങ്ങൾ ഉണ്ടായിരുന്നത്. സാബുവിന്റെ സഹോദരങ്ങൾ നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ 7 പേര്. 7 പേരാണ്. സാബുവാണ് ഏറ്റവും ഇളയത് അല്ലേ? ഇളയത്. ഏറ്റവും മൂത്തതാരാണ്? സണ്ണി. സണ്ണി. സണ്ണി എവിടെയാണ്? ഇവിടെ 1 കിലോമീറ്റർ അടുത്ത്. സഹോദരങ്ങളെല്ലാം ഈ തെക്കുരി തന്നെയാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ. അതെ. അതെ. സണ്ണിയുടെ ഭാര്യയുടെ പേര് ഏലമ്മ. ഏലമ്മ. ഏലമ്മയുടെ കാഞ്ഞിരത്തെങ്കലിനാണ് മരുതോങ്കര ആണ് ഇടവക. ഇടവക. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ് 3 മക്കള്. ഉള്ളത്. സണ്ണിയുടെ താഴെയുള്ളത് മേഴ്സി. മേഴ്സി പെങ്ങളാണ്. പെങ്ങളാണ്. തോട്ടുമുഖത്ത് കെട്ടിച്ചിരിക്കുന്നത്. കോട്ടുമുഖത്താണ് കെട്ടിച്ചിരിക്കുന്നത്. മുണ്ടപ്ലാക്കൽ. മുണ്ടപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് കൊച്ച് അബ്രഹാം. അബ്രാഹാം. മരിച്ചുപോയി കേട്ടോ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കള്. 4 മക്കളാണ്. 3 പെൺമക്കളും 1 ആൺകൊച്ചും. 3 പെണ്ണും 1 ആണും. അതിന് താഴെയുള്ളത് ആനിയമ്മ. ആനിയമ്മ. ആനിയമ്മ എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? നിലമ്പൂര്. ചോക്കാട് ഇടവക. തെക്കേത്തെരുവിൽ. നിലമ്പാട് ചോക്കാട് ഇടവക തെക്കേത്തെരുവിൽ നിന്നാണ് ജെയ്സൺ എന്നാണ് ജെയ്സനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. മൂത്തയാള് അജിൻ, രണ്ടാമത്തെയാള് അഞ്ചു, മൂന്നാമത്തെയാള് അമല്. അങ്ങനെ 3 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത് മത്തച്ചൻ, മാത്യു. മാത്യു എന്ന് വിളിക്കുന്ന ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ. നിങ്ങളുടെ വീടിന്റെ സമീപത്ത് സമീപത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബെൻസി. ബെൻസി. ബെൻസിയുടെ വീട് എവിടെയാണ്? നിലമ്പൂര് തേൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. നിലമ്പൂര് തേൾപ്പാറ എന്ന സ്ഥലത്താണ്. കിഴക്കേനകത്ത്. കിഴക്കേലാത്ത് എന്നാണ് വീട് പേര്. കിഴക്കേനകത്ത്. കിഴക്കേനകത്ത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. 2 പേരാണുള്ളത്. മൂത്തയാള് സെമിനാരിയാണ്. അപ്പൊ അദ്ദേഹം റൂമില് കുർബാന ചെല്ലാനായിക്കൊണ്ടിരിക്കുന്ന സദ്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത മകൻ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്. താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ട് സെമിനാരി വിദ്യാർത്ഥിയാണ്. ജെബിൻ എന്നാണ് പേര്. അദ്ദേഹം 12 വർഷത്തോളം ആയിട്ടുണ്ട്. പഠിച്ചു തീർന്നിട്ട് കുർബാന എല്ലാം പഠനത്തിലാണ്, ഉന്നത പഠനത്തിനായിട്ടാണ് പോയിരിക്കുന്നത്. ജെബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു അനിയൻ ജോബിൻ എന്നാണ് അനിയൻ. അടുത്ത സഹോദരിയാണ് ജെസ്സി എന്ന് പറയുന്നു. ജെസ്സി എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? തിരുവമ്പാടി വെള്ളാറകുന്നിലായിരുന്നു. അവർക്ക് സ്ഥലം വിറ്റ് മംഗലാപുരത്ത് തിരുവമ്പാടി വെള്ളാറകുന്നിലായിരുന്നു. അവിടെ നിന്ന് ഒരു സ്ഥലം വിറ്റ് മംഗലാപുരത്തേക്ക് പോയി. അവരുടെ വീട്ടുപേര് വെള്ളാറകുന്നേൽ. വെള്ളാറകുന്നേൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോണി ആണ് ഭർത്താവ്. എത്ര മക്കളുണ്ട്? 3 പേര്. 3 മക്കളാണ് അവർക്കുള്ളത്. നോയൽ എന്നൊരു മോനും പിന്നെ ചിപ്പി ഒരു മോള്, പിന്നെ ജോയൽ ഇടയാണ്. 3 പേര്. നോയൽ, ചിപ്പി, ജോയൽ അങ്ങനെ 3 പേരാണ് മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ടെസ്സി. തിരുവമ്പാടി തന്നെ പുതിയാമഠത്തിൽ ബെന്നി എന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നു. തിരുവമ്പാടി പുതിയാമഠത്തിൽ ബെന്നിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. 2 പേരാണുള്ളത്. 2 ആൺപിള്ളേര്. ആൺകുട്ടികളാണുള്ളത്. ഒരാള് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഒരു ഷിപ്പിലാണ്. രണ്ടാമത്തെ ആള് ബാങ്കിൽ ജോലി ചെയ്യുന്നു. അവരുടെ പേര് വിപിനും ബിബിനും. അങ്ങനെ 2 അതിന്റെ താഴെയുള്ള സാബു ആണ് ഏറ്റവും ഇളയ ആളാണ്. ലവലിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? 3 മക്കളാണ് ഉള്ളത്. എത്രാമത്തെ ആളാണ്? ഏറ്റവും മൂത്തതാണ്. ലവലിയുടെ തൊട്ട് താഴെ സഹോദരൻ പേര് ലിതേഷ്. ലിതേഷ് എവിടെ താമസിക്കുന്നത്? കൂടരഞ്ചിയിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ പരിപാടി? കമ്പ്യൂട്ടർ സർവീസ് ആണ്. പ്രിന്റർ സർവീസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ താഴെയുള്ളത്
സിസ്റ്ററാണ്. സിസ്റ്ററാണ്. അങ്ങനെ വെനേറി ഗവൺമെന്റില് ലിൻസി ബെനേറിലെ ഗവൺമെന്റില് ഗവൺമെന്റിലെ ലിൻസി ലിൻസി ആണ്. വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ലിൻസി തന്നെയാണ്. സിസ്റ്റർ ആയിട്ട് സിസ്റ്റർ ലിൻസി തന്നെയാണ്. പപ്പായും മമ്മി ഇട്ട പേര് തന്നെ മതി മതി എന്നുള്ള രീതിയിൽ സിസ്റ്റർ ലിൻസി എന്നുള്ള പേരിൽ തന്നെ. അപ്പൊ ഏത് സ്ഥലത്താണ്? അമേരിക്കയിലാണ്. അമേരിക്കയിലായിട്ട് 8 വർഷമായോ? 7 വർഷമായി. ഏതെങ്കിലും പ്രത്യേക മേഖലയില് നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സഹോദരങ്ങളാണ്. നിങ്ങൾ 3 മക്കളാണ് ഉള്ളത്. നിങ്ങൾക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? മാതൃവേദിയില് പങ്കെടുത്തിരുന്നു. ഇപ്പം ചെറിയ കൊച്ചുള്ളതുകൊണ്ട് മാതൃവേദിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഏതെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നോ? വൈസ് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. കൊച്ചു കുട്ടിയുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ജോലിയൊന്നുമില്ല. ഹൗസ് വൈഫായിട്ട് ബസ് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഓഫീസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാബുനെ സഹായിക്കുന്നതായിരുന്നു. ഇപ്പം ചെറിയ കൊച്ചുള്ളതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സാബു പള്ളിയായിട്ട് ബന്ധപ്പെട്ട പൊതുപ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കമ്മിറ്റിക്കാരനായിട്ടുണ്ട്. പല പ്രാവശ്യം ഉണ്ടായിരുന്നു. കൈക്കാരനായിട്ടുണ്ടോ? കൈക്കാരനായിട്ടില്ല. വിദേശത്ത് എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? കുവൈത്ത്, ഖത്തർ, ദുബായ് 3 രാജ്യങ്ങളുണ്ടായിരുന്നു. കുവൈറ്റ്, ഖത്തർ, ദുബായ്. അപ്പൊ എന്ത് പഠിച്ചിട്ടാണ് പോയത്? ഞാൻ IT ആയിരുന്നു. ഏത് ട്രേഡ് ആയിരുന്നു? ഞാൻ ഇലക്ട്രോണിക് മെക്കാനിക് ആയിരുന്നു. ഇലക്ട്രോണിക് മെക്കാനിക് ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്. ഞാൻ ഹെവി ലൈസൻസ് ഉള്ളത് ഹെവി എക്യുപ്മെന്റ് വർക്ക് ചെയ്യായിരുന്നു. JCB ലൈസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയിരുന്നതാണ്. അങ്ങനെ ഓപ്പറേറ്ററായിട്ട് മെക്കാനിക്കലായിട്ട് കുറച്ച് സ്കിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ പിടിച്ചു തന്നു. പിന്നെ അവിടെ വന്ന് 2ാമത് സ്വന്തമായിട്ട് ഇങ്ങനെ പരിപാടി തുടങ്ങി. സ്കൂൾ ബസിന്റെ കോൺട്രാക്ട് ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന് കാര്യം സഹായിക്കുന്നുണ്ട്. ചാച്ചന് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു? പള്ളി കൈക്കാരനായിരുന്നു, പിന്നെ കമ്മിറ്റിക്കാരനായിരുന്നു, പിന്നെ സ്റ്റാർട്ടിങ് സമയത്ത് പുതിയ സമയത്തും കൈക്കാരൻ തന്നെയായിരുന്നു. പള്ളി പണിയുടെ സമയത്ത് കൂടുതൽ കാലം കൈകാര്യമായിട്ടിരുന്നത് നേതൃത്വത്തിലാണ്. ഈ കുടഞ്ഞ പ്രദേശത്ത് ആദ്യമായിട്ട് റേഡിയോ വാങ്ങുകയും റേഡിയോ ലൈസൻസ് എടുക്കുകയൊക്കെ ചെയ്തത് ഈ നാട്ടില് റേഡിയോക്ക് കൂടി അങ്ങനെ എല്ലാവർക്കും റേഡിയോ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. റേഡിയോ ഇല്ലാതിരുന്ന കാലത്ത് റേഡിയോ ഇല്ലാതെ ലൈസൻസ് എടുക്കേണ്ടിരുന്ന ഒരു കാലത്ത് ആദ്യമായിട്ട് റേഡിയോ ഇറക്കിയതും കൊണ്ടുവന്നൊക്കെ പുള്ളിയായിരുന്നു അവിടെ. കൂടരഞ്ഞി മേഖലയില് ആദ്യമായിട്ട് റേഡിയോ മേടിച്ച ആളാണ്. വേറെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? വേറെ സാമൂഹ്യത്തിന് ഇത് ഇവിടെ കറണ്ട് കൊണ്ടുവരാതെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി റോഡ് പണിയുടെ കാലത്ത് വികസന പ്രവർത്തനങ്ങളിൽ പലതരത്തില് തേക്കുംകുറ്റിയുടെ വികസന പ്രവർത്തനങ്ങളില് പലതരത്തില് റോഡിന് വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ബസ് കൊണ്ടുവരാന് 4-5 പേര് ഒരു സംഘടന പോലെയൊക്കെ ആക്കി ബസ് വരുന്നതിന് ബസ് വന്നതാണ്. മുന്നിലായിരുന്നു. ഏത് ബസ്സായിരുന്നത്? മൈത്രി. ഞാനും ആദ്യത്തെ പേരുണ്ടായിരുന്നു. ദോസ്തി പേരുകൾ മാറി പല പേരുകളിലുള്ള ബസ്സുകളുടെ ഷെയർ കൂടി തേക്കുംകുറ്റി ബസ് സർവീസ് ആദ്യകാലത്ത് ആരംഭിക്കുന്നതിന് മുൻകൈ എടുക്കുകയും അതിന് ഷെയർ ചേർന്ന് ചെയ്ത ആളാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.